സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോലും പോകുമോ എന്ന ചർച്ചയാണ് പല സ്ഥലങ്ങളിൽ നടക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ചർച്ചയിലേക്ക് നമുക്ക് പോകാം. ഇമ്പാക്ട് ഓൺ ഇന്ത്യൻ എക്കോണമി. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ ഇന്ത്യയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം തന്നെ രണ്ട് കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ഒന്ന്, ഇന്ത്യയിൽ നാച്ചുറൽ ക്രൂഡ് ഓയിൽ റിസർവുകൾ വളരെ കുറവായതുകൊണ്ട് നമ്മുടെ സ്വന്തം ക്രൂഡ് ഓയിൽ പ്രൊഡക്ഷനും കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആവശ്യങ്ങൾക്കുള്ള 90% ക്രൂഡ് ഓയിലും ഗ്യാസും നമ്മൾ പുറത്തു നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അതിൽ തന്നെ നമ്മുടെ മുഴുവൻ ആവശ്യങ്ങളുടെ 50% അടുത്തുള്ള ക്രൂഡ് ഓയിൽ നമ്മൾ മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ LPG ഇമ്പോർട്ടിന്റെ നിയർലി 90% ഉള്ളതും മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്. എന്നാൽ ഏറ്റവും രസകരമായ കാര്യം, ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരേണ്ട ഈ സാധനങ്ങളെല്ലാം വരേണ്ടത് ഈ പ്രശ്നത്തിൽ കിടക്കുന്ന സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് വഴിയാണ്. രണ്ട്, ക്രൂഡ് ഓയിലിന്റെ വില കൂടിയാൽ നമ്മുടെ ജീവിതത്തിലെ ഏറെക്കുറെ എല്ലാ സാധനങ്ങളുടെയും വില കൂടും. യെസ്, ഇത് പലരും ചിന്തിക്കാത്ത ഒരു കാര്യമാണ്. പലരും ആലോചിക്കുന്നത് ക്രൂഡ് ഓയിലിന്റെ വില കൂടിയാൽ പെട്രോളിന്റെ വില കൂടുമല്ലോ, ഡീസലിന്റെ വില കൂടുമല്ലോ, അങ്ങനെ യാത്രാ ചെലവ് കൂടുമല്ലോ എന്നുള്ളതാണ്. നിങ്ങളും അങ്ങനെയാണ് ചിന്തിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഇതാ ഞെട്ടാൻ പോവുകയാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാം. ഏതൊരു പ്രൊഡക്റ്റും ഉണ്ടാക്കുന്ന ഏതൊരു ഫാക്ടറിയും ചലിക്കണമെങ്കിൽ ഫ്യൂവൽ വേണം. ക്രൂഡ് ഓയിലിന്റെ വില കൂടുമ്പോൾ, ആ ഫ്യൂവലിന്റെ വില കൂടുമ്പോൾ സാധനങ്ങളുടെ മാനുഫാക്ചറിംഗിന്റെ കോസ്റ്റ് കൂടും. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള ഏറെക്കുറെ എല്ലാ പ്രൊഡക്ട്സിന്റെയും മാനുഫാക്ചറിംഗിൽ ഒരു റോ മെറ്റീരിയൽ കൂടിയാണ് ക്രൂഡ് ഓയിലോ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ നിന്ന് ഡിറൈവ് ചെയ്ത പെട്രോ കെമിക്കൽസോ. ഫോർ എക്സാമ്പിൾ, പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്, സിന്തറ്റിക് ഫാബ്രിക്സ്, സോപ്പ്, ഷാംപൂ, ഡിറ്റർജന്റ് പോലുള്ള ഹൗസ് ഹോൾഡ് പ്രൊഡക്ട്സ്, ടൂത്ത് പേസ്റ്റ്, കോസ്മെറ്റിക്സ്, ക്രീമുകൾ പോലുള്ള പേഴ്സണൽ കെയർ പ്രൊഡക്ട്സ്, ഇലക്ട്രോണിക്സ്, പെയിന്റ്, റബ്ബർ, ടയർ, എഞ്ചിൻ ഓയിൽ പോലുള്ള കൺസ്ട്രക്ഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രൊഡക്ട്സ്, സിറിഞ്ച്, ഗ്ലൗസ്, IV ബാഗ് പോലുള്ള മെഡിക്കൽ പ്രൊഡക്ട്സ്, ഫെർട്ടിലൈസർ, പെസ്റ്റിസൈഡ് പോലുള്ള അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്, ഇതിന്റെ എല്ലാം തന്നെ മാനുഫാക്ചറിംഗിൽ ക്രൂഡ് ഓയിലോ പെട്രോ കെമിക്കൽസോ റോ മെറ്റീരിയൽസ് ആണ്. അപ്പോൾ റോ മെറ്റീരിയലിന്റെ വില കൂടുമ്പോൾ ഈ സാധനങ്ങളുടെ മാനുഫാക്ചറിംഗ് കോസ്റ്റ് കൂടുന്നു. ഇനി ഇതിനെല്ലാം ശേഷം ഈ പ്രൊഡക്ട്സ് എല്ലാം ഉണ്ടാക്കി ഫാക്ടറിയിൽ വെച്ചാൽ മാത്രം പോരല്ലോ, ഈ എല്ലാ പ്രൊഡക്ട്സും ഏതെങ്കിലും മാർഗം ട്രാൻസ്പോർട്ട് ചെയ്ത് കടകളിലേക്കും നമ്മുടെ വീടുകളിലേക്കും എത്തണ്ടേ. അവിടെയും വേണ്ടത് ഫ്യൂവലാണ്. ആ ഫ്യൂവലിന്റെ വില കൂടുമ്പോൾ ആ ട്രാൻസ്പോർട്ടേഷന്റെയും വില കൂടുന്നു. ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഫാക്ടറികളിൽ ഉണ്ടാക്കപ്പെടുന്നത് അല്ലാത്ത സാധനങ്ങളാണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ വേണമല്ലോ. അതായത് പച്ചക്കറിയുടെ പോലും വില കൂടുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്രൂഡ് ഓയിലിന്റെ വില കൂടുമെന്ന് പറയുമ്പോൾ ക്രൂഡ് ഓയിലിന് ഇങ്ങനെ നമ്മുടെ ലോകത്ത് ഇത്ര വലിയ സ്വാധീനമുള്ളത് കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും വില കൂടും എന്നുള്ളതാണ്. നമ്മുടെ